ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെയും ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും അല്ലേ ഫ്രൈഡ് റൈസ്. ബിരിയാണി, മന്തി, കപ്സ ഇവയെല്ലാം നമ്മൾ വീട്ടിൽ നമുക്ക് കടയത്തെ അതേ ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനെ ആവാറില്ല. എത്ര ഉണ്ടാക്കി നോക്കിയാലും ഷോപ്പിലെ ആ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ കിട്ടാറേ ഇല്ല ഫ്രൈഡ് റൈസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടി. ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വരും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള നല്ലൊരു കടായിയോ എടുക്കാം. ഞാൻ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ചധികം ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ കാണും. ഇതിലോട്ട് 1 ടീസ്പൂണോളം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിനൊരു പ്രത്യേക ഫ്ലേവറാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഞാൻ ഇതിലോട്ടൊരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇത് ഈ ഓയിലിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈയിലാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഒന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ബൗൾ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ബീൻസ് അല്ല, നല്ല ഇളം പയറാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാം. ഞാൻ ബീൻസിന് പകരം പയറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസ് കൂടുതലിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ വേവ് കൂടുതലുള്ള വെജിറ്റബിൾസ് ആദ്യം, കുറവുള്ളത് പിന്നീട്, അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ പയറും ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതും ഓയിലിൽ നന്നായിട്ട് സോട്ട് ചെയ്ത് വെന്ത് വന്ന ശേഷം ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മളിതിലോട്ട് സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ചോറും നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടെടുക്കുക. ഈ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചറിൻ്റെ പേസ്റ്റാണ്. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോഴേ കുറേ വെജിറ്റബിൾസ് ചേർക്കേണ്ട പണിയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. വലുതൊക്കെ ആണെങ്കിൽ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗമൊക്കെ മതിയാകും. ഇത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മാഗി ക്യൂബാണ്. ഞാൻ 2 മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റിൽ 2 ഉണ്ടാവില്ല, അത് 2ഉം ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ഫ്ലേവർ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ക്യൂബ് ചേർത്താലും മതി. ഈ മാഗി ക്യൂബും നമ്മൾ ചേർത്ത ബട്ടറുമാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഫ്രൈഡ് റൈസിന് കിട്ടുന്നുണ്ട്. മാഗി ക്യൂബും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് സെൻറ്ററിൽ ഇതുപോലെ ഒഴിഞ്ഞ് കിട്ടും. ഈ സെൻറ്ററിലോട്ട് എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ ഇറങ്ങി വരുവേ. അത്രയ്ക്ക് ഓയിൽ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഓയിലിൽ നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് ഇളക്കിയതാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിത് വെന്ത ശേഷം നന്നായിട്ട് ചിക്കിയെടുക്കാം. എഗ്ഗ് ഭയങ്കര ഹാർഡായി പോകരുത്, കുറച്ച് സോഫ്റ്റായ രീതിയിൽ തന്നെ വേണം ഇത് ചിക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെജിറ്റബിൾസൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയം ഇതിലോട്ട് ഇനി സോസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചില്ലി സോസാണ്. ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചില്ലി സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ വിനീഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 3 ടീസ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസ് കുറച്ച് അധികം ചേർക്കണം. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഒഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി വീണ്ടും ചേർക്കാമെന്ന് വെച്ചിട്ട് 3 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് വരെ നോക്കുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ടുണ്ടാവും. ഇനി സോസസും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടണം. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പോളം ബസ്മതി റൈസാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്ത റൈസാണ്.
അധികം കുക്കായിട്ട് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ, ഒന്നിനൊന്നും ഒട്ടാത്ത രീതിയിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിന് ഈ ഒരു രീതിയിൽ വേണം കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വെന്ത ശേഷം നന്നായിട്ട് ചൂടാറി തണുത്ത ചോറാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും സൂപ്പറായിരിക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യം അതാണ്. നന്നായിട്ട് തണുത്ത ചോറ് വേണം ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പ്, സോയ സോസ്, കുരുമുളക് പൊടി ഇവയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേവിച്ചെടുത്ത ചിക്കൻ കൂടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയേ. അത് താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെയും കഴിക്കാം. ഞാനിതിലോട്ട് വീണ്ടും സോയ സോസ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടി തൂവിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഫ്രൈഡ് റൈസ് റെഡി. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചോറ് ഓവറായിട്ട് കുക്കായി പോവാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇളക്കുന്നത്. ഒട്ടും ഉടഞ്ഞു പോവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പാച്ചുല ഉപയോഗിച്ച് തട്ടി ഇളക്കിയെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ശേഷം റെസിപ്പി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്